ഹലോ, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഈ ഒരു ബ്ലൗസില്ലേ, അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ഒരു ബ്ലൗസ് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തത് ഈ ഒരു ടൈപ്പിലും നെക്കിൽ ടൈ കെട്ടുന്ന രീതിയിലും, രണ്ടാമത്തത് ഷോൾഡറിൽ ടൈ വരുന്ന രീതിയിലുമാണ് കേട്ടോ. നമുക്ക് അതിനായിട്ട് 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ 4ആയിട്ട് ഫസ്റ്റ് മടക്കുക. ബ്ലൗസ് വരുന്നത് പ്രിൻസസ് കട്ടാണ്. അപ്പം പ്രിൻസസ് കട്ടിലുള്ള നമ്മളൊരു അളവിന് നമ്മളൊരു ബ്ലൗസ് എടുത്തിട്ടുണ്ട്. അതിലുള്ള മെഷർമെൻറ്റ് നമ്മൾ നോക്കിയിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്നത് പ്രൊഫഷണൽ രീതിയിലൊന്നല്ല, ഞാൻ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതായത് അവിടെ നൂലൊക്കെ പിന്നി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. ഈ ഒരു ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ആ ഒരു 16 ഇഞ്ചിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ടോട്ടൽ വരുന്നത് 7 ഇഞ്ചാണ്. ഷോൾഡർ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ച് തന്നെയാണ്. പിന്നെ ചെസ്റ്റ് വരുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടെ കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു 2 ഇഞ്ചെങ്കിലും മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അതിൻ്റെ ഈ ഒരു മാർക്കിംഗ് കൂടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അതൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈക്കുയിൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് അവിടെ കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. തുണി കറക്റ്റ് പിടിച്ചിട്ട് ആ ലൈനിൽ കൂടെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈക്കുയിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കാതെ ഒന്ന് അവിടെ നീറ്റായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് 2 സ്ലീവ് ഇതേപോലെ തന്നെ ആ ഒരു മാർക്കിങ്ങും കൂടെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത്. വരുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അതുപോലെ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു കട്ടിങ് വരും. അപ്പോൾ അവിടെ ഒരു തുണി കുറച്ച് ആവശ്യമാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഹുക്കും അയ്യും കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തുണി ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു ചരിച്ച് വരയ്ക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ടോട്ടൽ ഫ്രണ്ട് നെക്ക് വരുന്നത് 6.5 ഇഞ്ചും അതുപോലെ തന്നെ ബാക്ക് നെക്ക് കൊടുത്തിരിക്കുന്നത് 9 ഇഞ്ചുമാണ് കേട്ടോ. അതിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ചിങ്ങിന് പോവും. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് 6.5 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് ടോട്ടൽ 6 ഇഞ്ചാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ 9 ഇഞ്ച് കൊടുത്തത് അവിടെ 8.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് ഉണ്ടാവുക. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് താഴെ നമ്മൾ 4 ഇഞ്ചിലും അതുപോലെ മേലെ 3.25 ഇഞ്ചിലുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. താഴെ നമ്മൾ ആ 4 ഇഞ്ച് കൊടുത്തത് നമ്മൾ താഴെ ഒരു റൗണ്ടായിട്ട് കുറച്ച് വീതിയിൽ കിട്ടാനുള്ള രീതിയിലാണ്. മേലെ അതുപോലെ അധികം വൈഡായിട്ട് നിൽക്കാൻ വേണ്ട എന്നുള്ളൊരു രീതിയിൽ കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. എന്നിട്ട് താഴേക്ക് നമ്മൾ വളച്ച് ഈ ഒരു നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മാർക്കിങ് വരുന്നത് നമ്മൾ നെക്കിൻ്റെ അവിടുന്ന് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തില്ലേ, അവിടുന്ന് ഒരു 4 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ എത്രയാണോ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ് വരുന്നത്, അതിൻ്റെ നേരെ പകുതി 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നിന്ന് നേരെ താഴോട്ട് 5.5 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കുക. ഈ മാർക്കിങ് കൂടെ നമുക്കതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കത് വരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. കറക്റ്റ് നമ്മൾ താഴെയുള്ള 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതും അവിടെ നേരെ പകുതി തന്നെയല്ലേ എന്നൊന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് ആ പകുതി തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല. ഫ്രണ്ട് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാം. എന്നിട്ട് ബാക്ക് നെക്ക് മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിനും ഫ്രണ്ടിനും സെയിം തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതേ ഒരു പിന്നെ ലൈനിൽ കൂടെ തന്നെ നമുക്ക് ജസ്റ്റ് തുണി നന്നായി പിടിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അതും ഇതേപോലെ തന്നെ നേരെ പിടിച്ചിട്ട് ആ റൗണ്ട് തന്നെ നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ അവിടെ വരുന്ന ആ ഒരു ലൈനുണ്ട് നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിലൂടെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ബാക്ക് നെക്ക് പിന്നെ കട്ട് ചെയ്താൽ മതി.
പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി നീങ്ങി പോവാണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക. നീങ്ങി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. അത് നമ്മളുടെ നമുക്ക് എന്താണോ കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്താൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. നമുക്ക് ഇനി ഫ്രണ്ടിൽ നമുക്ക് പ്രിൻസസ് കട്ട് വരും. അതേപോലെ തന്നെ ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ടൈ കൊടുക്കുന്നില്ലേ, അത് ബാക്കിൽ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്യാണ്ട് നിന്നാൽ മതി. നോർമലി കട്ട് ചെയ്യും പോലെ നമ്മൾ ഹുക്കിന് മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ചെയ്യുക. അതിനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് 8 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക ഫസ്റ്റ്. ദെൻ നമ്മളെ കൈക്കുയിൻ്റെ അവിടെ അത് എത്രയാണോ വരുന്നത് ടോട്ടൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇവിടെ 5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി ബസ്റ്റിൻ്റെ അവിടെ നമ്മൾ 4 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. അതായത് ആ 8 ഇഞ്ച് എവിടെയാണോ വരുന്നത് അതിന് നേരെയായിട്ട് നമ്മൾ 4 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ആ 5 ഇഞ്ച് കൊടുത്ത് അവിടേക്ക് നമ്മളൊന്ന് വളച്ചതൊന്ന് ആ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ബോട്ടം പാർട്ടിൽ 3.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. അത് മേലത്തെ ലൈനായിട്ട് നമ്മൾ അത് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷേപ്പ് തന്നെ കറക്റ്റ് നമ്മളത് വളച്ചിട്ട് വരയ്ക്കണം കേട്ടോ. അത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ നമ്മളത് വരച്ചെടുക്കുക. നെക്സ്റ്റ് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് കറക്റ്റായി ഒരു മാർക്കിംഗ് കൂടെ തന്നെയായിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് വളച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായി ഒരു വളച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് ബാക്ക് പോർഷൻ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. അവിടെ ഹുക്കും ഐയും വരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളത് ബാക്ക് പോർഷൻ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ തുണി 4ആയിട്ട് മടക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. അത് എത്രയാണോ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു സൈസിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 10 ഇഞ്ച് മതി എനിക്ക്. അതിൽ തയ്യൽ തുമ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് അത് മതി. എക്സ്ട്രാ നമ്മൾ ഒരു 1/2 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ബോർഡർ വരുന്നുണ്ട്. അതുകൊണ്ട് താഴെ മടക്കി അടയ്ക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഒരു സൈസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നോർമലി സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേ ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബോട്ടം പാർട്ടിൽ നമ്മൾ 6 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു 6 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മാർക്കിങ് കൂടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈ ഒക്കെ വെക്കാനായിട്ട് കട്ട് പീസ് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കി തുണിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ജസ്റ്റ് 1 ഇഞ്ചിലോ അല്ലെങ്കിൽ 1.5 ഇഞ്ചിലോ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടൈ കൊടുക്കാനുള്ളതാണ്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ടൈ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ നമുക്ക് ടെസൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓരോ ടെസൽസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് 4 ടെസൽസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. മെയിൻ തുണി അതിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. ക്രേപ്പ് തുണിയാണ് കേട്ടോ ലൈനിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കടക്കാം. അപ്പം ഇതിനായിട്ട് നമ്മൾ ഈ ഒരു ടൈ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു 4 ടൈയും നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല നൈസിലാണിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ബാക്ക് പോർഷനിലെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹുക്കും ഐയും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലെ നെക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോർണർ ഏരിയ ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് പിടിച്ച് ആ ഒരു ഷേപ്പ് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കോർണർ ഏരിയ വരുന്നില്ലേ, അവിടെ നമുക്ക് ടൈ കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് ഈ ഒരു തുണി, അതായത് ഈ ഒരു ടൈ എടുത്തിട്ട് മെയിൻ ക്ലോത്തിലേക്ക് പിന്നെ നല്ല വശം വരുന്ന രീതിയിൽ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും നടുക്കായിട്ട് നമ്മൾ ഈ ഒരു ടൈ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് അത് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ടൈ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആ ഒരു ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
കറക്റ്റ് ഈ ഒരു വീഡിയോയിൽ നോക്കിയാൽ മതി. നമ്മൾ ഈ ഒരു ടൈ ഉള്ളിലേക്കാക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു എൻഡ് നമ്മൾ മേലെ വരുന്ന രീതിയിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അതങ്ങനെ വെച്ചിട്ട് നമുക്കത് മറച്ചെടുക്കാം. മറച്ചെടുത്തിട്ട് ഇതേപോലെ വലിച്ചാൽ മതി. ഈ ഒരു ടൈ വലിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോർണർ നേരെയായിട്ട് കിട്ടും. ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിൽ ടച്ച് ചെയ്യാണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ടാൽ മതി. അപ്പം കറക്റ്റായി ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും. അത് കറക്റ്റായി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് മറച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. അപ്പം ആ ഒരു നെക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫുൾ നെക്കിൻ്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വരുന്നത് നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ്ങും ആയിട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അങ്ങനെ ഫുൾ റൗണ്ടിൽ നമുക്കതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം. ഇത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ബാക്ക് പോർഷനിലെ അടുത്ത പോർഷനും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം നെക്കും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും ഇതുമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനിലെ ഹുക്കും അയ്യും കൊടുക്കണം. അതിനായിട്ട് നമ്മൾ തുണി 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹുക്ക് കൊടുക്കാനായിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചൊക്കെ വിഡ്ത്തിൽ നമുക്ക് തുണി എടുത്താൽ മതി. അതേപോലെ തന്നെ അയ്യ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്തിൽ നമുക്ക് പിന്നെ ഒരു കട്ട് പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ അയ്യ് കൊടുക്കാനുള്ള പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അയ്യ് വെക്കാനുള്ള പോർഷൻ വരുന്നത് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഹുക്ക് കൊടുക്കാൻ വരുന്നത് ഉള്ളിലുമായിട്ടാണ്, അതായത് ലൈനിങ് പീസിൽ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കത് തുണി കറക്റ്റായിട്ട് പിടിച്ചിട്ട് മേലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ അയ്യ് കൊടുക്കാനുള്ള പോർഷൻ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹുക്ക് വെക്കാനുള്ള പോർഷൻ ഇതേപോലെ നമ്മൾ ഈ ഒരു കട്ട് പീസ് നമ്മൾ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. മേലെ അതായത് മെയിൻ ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് അടിയിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടും, ഹുക്കും അയ്യും കൊടുക്കാനുള്ള പോർഷൻ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനിൽ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തത്, ആ നെക്ക് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പിന്നെ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷനൊക്കെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കോർണർ വരുന്ന സമയത്ത് നമ്മളത് വളച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു ടൈ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ലോക്ക് കൊടുത്തിട്ട് ഈ ഒരു ടൈക്ക് നമ്മളൊരു ലോക്ക് കൊടുത്തിട്ട് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മറച്ചിട്ടിട്ടും ഇതേപോലെ തന്നെ പതിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഫുൾ റൗണ്ടിൽ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സൈഡിൽ ഇതേപോലെ തന്നെ നമ്മൾ ടൈ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ നമ്മൾ ടൈ കൊടുത്തു, ഈ സൈഡിലും അത് നമ്മൾ ബാക്ക് പോർഷൻ എങ്ങനെയാണ് ചെയ്ത അതേപോലെ തന്നെ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ടൈ കൊടുത്ത് അവിടെ ലോക്ക് ചെയ്ത് എന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇത് മറച്ചിട്ടിട്ടും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. മറച്ചിട്ടിട്ടും ഇതേപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറിച്ചിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ജസ്റ്റ് പിന്നെ ആ ഓരോ കോർണറിലും നമ്മൾ ജസ്റ്റ് ആ ഒരു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിൽ തട്ടാണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി.
ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ്ങും ആയിട്ട് ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് ആയിട്ട് നമുക്ക് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ആ റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ്ട്രാ വരുന്ന തുണി ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും, നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ഒരു കട്ട് പീസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പ്രിൻസസ് കട്ടിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഈ ഒരു കട്ട് പീസ് നമുക്ക് അതിന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനായിട്ട് ആദ്യം ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് പോർഷനും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് അതായത് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ വരുന്നുണ്ടല്ലോ, ആ സെൻറ്റർ പോർഷൻ, അതുമായിട്ട് ഈ ഒരു ക്ലോത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ആദ്യം ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമുക്കതൊന്ന് വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതിയേ. ആ രണ്ട് സൈഡിലെ രണ്ട് പാർട്ടും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. കറക്റ്റ് ഈ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തുണി രണ്ട് ബാക്ക് പോർഷനും അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ഇങ്ങനെ വെക്കുക, ഫേസ് ടു ഫേസ് വെക്കുന്ന രീതിയിൽ. അതായത് മെയിൻ ക്ലോത്തും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, മെയിൻ ക്ലോത്തും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ നമ്മളത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നമ്മൾ ഷോൾഡർ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പോർഷനിലെ സ്ലീവ് നമ്മൾ ഇതേപോലെ എടുക്കുക, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോഡി പാർട്ട് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് പിടിച്ചിട്ട് ബോഡി പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. ഇനി ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഒരു കട്ട് പീസ് എടുത്തിട്ട് അതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് മറിച്ചും ഉള്ളോട്ടാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ടെസൽസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മളെ സ്റ്റിച്ചിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.